ഒരിക്കലൊരമ്മ ഒരു മകളെ പ്രാർത്ഥിക്കാൻ കൊണ്ടുവന്നത് ഞാൻ ഓർക്കുകയാണ്. ഈ സഹോദരിയുടെ പ്രശ്നം 34 വയസ്സുണ്ട്, കല്യാണം കഴിക്കുന്നില്ല, കഴിക്കാനുള്ള തീരുമാനമില്ല. അങ്ങനെയുള്ളൊരു പ്രതിസന്ധിയിലാണ് അമ്മ കല്യാണം കഴിക്കാനായി മകളെ പ്രാർത്ഥിച്ച് പ്രേരിപ്പിക്കണമെന്ന് പറഞ്ഞ് ഈ മകളെ പ്രാർത്ഥിപ്പിക്കാൻ കൊണ്ടുവന്നത്. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന അവസരത്തിൽ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയ സന്ദേശമനുസരിച്ച് ഈ സഹോദരിയോട് ഇങ്ങനെയാണ് ദൈവം പറഞ്ഞത്. ഇത് സുഭാഷിതങ്ങളുടെ പുസ്തകം 16-ാം അധ്യായം 1-2 വാക്യങ്ങളാണ്. അപ്പോൾ ഈ സഹോദരിയോട് ഞാൻ ചോദിച്ചു, നീ എന്താണ് കല്യാണം കഴിക്കാത്തത്? അപ്പോൾ ഈ സഹോദരി പറഞ്ഞു, ഞാൻ അതിനെക്കുറിച്ചൊന്നും തീരുമാനിച്ചിട്ടില്ല, അത് ഇപ്പോൾ ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ആൾക്ക് 34 വയസ്സുണ്ട്, ജോലിയുണ്ട്, ഒരു ബാങ്കിലാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ ഈ സഹോദരിക്ക് കല്യാണം വേണ്ട എന്നുള്ളതാണ്. പക്ഷെ അമ്മയ്ക്ക് വലിയ ഉത്കണ്ഠയാണ്, കല്യാണം കഴിച്ചില്ലെങ്കിൽ എന്താവും എന്നുള്ളൊരു ചിന്ത. പക്ഷേ ഈ സഹോദരി പറയുകയാണ്, എനിക്കങ്ങനെ ഉത്കണ്ഠയൊന്നുമില്ല, ഞാനിപ്പോൾ അത് തീരുമാനം എടുത്തിട്ടില്ല, എനിക്കങ്ങനെ കല്യാണം കഴിക്കണം എന്നുള്ളൊരു ചിന്തയില്ല. അപ്പോൾ കർത്താവ് പറഞ്ഞൊരു വചനം ഇങ്ങനെയാണ്: മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു, അന്തിമമായ തീരുമാനം കർത്താവിൻ്റെ അത്രേ. ഒരുവന് തൻ്റെ നടപടികൾ അന്യൂന്യമെന്ന് തോന്നുന്നു, കർത്താവ് ഹൃദയം ചോദിക്കുന്നു. ഇപ്പോൾ ഈ സഹോദരിയെ സംബന്ധിച്ച് നല്ല അറിവും പഠിപ്പും ജോലിയും സമ്പത്തും എല്ലാം ഉള്ളൊരു സഹോദരിയാണ്. അപ്പോൾ ഈ സഹോദരിയുടെ ചിന്തയിൽ, സഹോദരിയുടെ ഹൃദയത്തിലൂടെ നോക്കി കഴിയുമ്പോൾ സഹോദരി പറയുന്നത്, ഞാൻ ചിന്തിക്കുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം എനിക്ക് പ്രത്യേകിച്ച് പുരുഷന്മാരോട് പ്രത്യേകിച്ച് അങ്ങനെ ഒരു അടുപ്പമോ ഒരു പ്രത്യേക താല്പര്യമോ എനിക്കില്ല. ഇനി ഞാൻ കല്യാണം കഴിച്ച് മറ്റുള്ളവരുടെ ജീവിതത്തെ ഒരു പ്രതിസന്ധിയിലാക്കാനും എനിക്ക് താല്പര്യമില്ല. അപ്പോൾ എനിക്കൊരു കൃത്യമായൊരു ബോധ്യം കിട്ടിയിട്ട് കല്യാണം കഴിക്കാമെന്നാണ് ഞാൻ ചിന്തിച്ചിരിക്കുന്നത്. എനിക്കങ്ങനെ ഒരു പുരുഷനെ സംതൃപ്തിപ്പെടുത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഈ സഹോദരി പല ന്യായങ്ങൾ പറഞ്ഞിട്ട് പറയുകയാണ്, ഞാൻ എടുക്കുന്ന ഈ തീരുമാനം ശരിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്, അമ്മയുടെ നിർബന്ധം കൊണ്ടാണ് ഞാൻ വന്നത്, ഈ കാര്യത്തിൽ എന്നെ അധികം ഉപദേശിക്കരുത്. ഞാൻ ഈ സഹോദരിയോട് പറഞ്ഞു, എന്നോട് ക്ഷമിക്കണം, ഐ ഫീൽ ദാറ്റ് യു ഹാവ് സെൽഫ് ഹേറ്റ്രഡ്. ഞാൻ പറഞ്ഞു, സഹോദരിയോട് തന്നെ സ്നേഹമില്ല, മതിപ്പില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്, എന്നോട് ക്ഷമിക്കണം തെറ്റാണെങ്കിൽ. അപ്പോൾ ഈ സഹോദരി പറഞ്ഞു, അച്ഛൻ പറയുന്നത് തെറ്റാണെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം എനിക്ക് നല്ല ജോലിയുണ്ട്, എനിക്ക് സമ്പത്തുണ്ട്, വിദ്യാഭ്യാസമുണ്ട്. ഐ തിങ്ക് ഐ ലവ് മൈ സെൽഫ്. എനിക്ക് തോന്നുന്നില്ല എനിക്ക് എന്നോട് വെറുപ്പുണ്ട് എന്ന്. അപ്പോൾ ഞാൻ ഈ സഹോദരിയോട് ചോദിച്ചു, നിനക്ക് നിൻ്റെ ഉള്ളിൽ എന്തുണ്ട് എന്ന് നിനക്ക് കൃത്യമായി അറിയാൻ സാധിക്കില്ല. അറിവ്, പഠിപ്പ് എന്ന് പറയുന്നത് കാണുന്ന കാര്യങ്ങളെക്കുറിച്ച്, മറ്റുള്ളവർ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചാണ്. നമുക്കറിയാത്ത കാര്യങ്ങളാണ് 99%. എന്നിട്ട് ഞാൻ ഈ സഹോദരിയോട് പറഞ്ഞു, നിനക്കിപ്പോൾ 34 വയസ്സായി, പക്ഷേ ഈ 34 വയസ്സിനുള്ളിൽ തന്നെ നിൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്ന് നിനക്കറിയില്ല. എത്രയോ കാര്യങ്ങളാണ് നിനക്കറിയാതെ സംഭവിച്ചിരിക്കുന്നത്. നീ നിൻ്റെ അമ്മയുടെ ഉദരത്തിൽ 9 മാസം ഉണ്ടായിരുന്നപ്പോൾ എന്ത് സംഭവിച്ചുവെന്ന് നിനക്കറിയില്ല. നീ ചോദിച്ചാൽ ചില കാര്യങ്ങളൊക്കെ കാരണന്മാർക്ക് പറയാൻ സാധിച്ചേക്കാം, എന്നാലും അവർ പറയാത്ത എത്രയോ കാര്യങ്ങളുണ്ട്. എല്ലാ മനുഷ്യരുടെ ജീവിതത്തിലും രഹസ്യങ്ങളുണ്ട്. നിങ്ങൾക്കിതുവരെ നിങ്ങൾ ആരോടും പറയാത്ത രഹസ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട്, എല്ലാവരുടെയും. സഹോദരിയോട് ഞാൻ പറഞ്ഞു, അതുകൊണ്ട് നിൻ്റെ ജീവിതത്തിൽ ഇതുവരെ സംഭവിച്ച കാര്യങ്ങളിൽ പലതും നിനക്കറിയാത്ത കാര്യങ്ങളുണ്ട്, നിനക്ക് മുറിവേറ്റ കാര്യങ്ങളുണ്ട്. നീ പോലും അറിയാതെ നിന്നെ ഭരിക്കുന്ന ചില പാപ തഴക്കദോഷ ദുശീലങ്ങളുണ്ട്. നീ പോലും അറിയാതെ നിന്നെ വേട്ടയാടുന്ന ചില കുറ്റബോധങ്ങളുണ്ട്. നീ പോലും അറിയാതെ നീ ഇഷ്ടപ്പെടാത്ത, നിനക്കിഷ്ടമില്ലാത്ത കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇതൊന്നും നിൻ്റെ നിയന്ത്രണത്തിലല്ല. ഇതിൻ്റെ എല്ലാം പേരാണ് ആന്തരിക മുറിവുകളെന്ന്. ഇത് നാം ആഗ്രഹിച്ചിട്ട് നമ്മിൽ വന്നു ചേരുന്ന ഒന്നല്ല. ആന്തരിക മുറിവുകൾ പലപ്പോഴും നമ്മൾ പോലും അറിയാതെ നാം മുറിവേൽക്കുകയാണ്, നമ്മൾ പോലും അറിയാതെ ഇത് നമ്മിൽ നിലനിൽക്കുകയാണ്. ഇപ്പോൾ ഈ സഹോദരിയോട് ഞാൻ ചോദിച്ചു, ഒറ്റയ്ക്കിരുത്തിയാണ് ഞാൻ ചോദിച്ചത്, ഇഫ് പോസിബിൾ ക്യാൻ യു ടെൽ മീ അബൌട്ട് യുവർ ഫാമിലി. ഞാൻ ചോദിച്ചു, എങ്ങനെയുണ്ട് നിൻ്റെ ബന്ധം, കാരണന്മാരോടുള്ള ബന്ധം? അപ്പോൾ ആൾ പറഞ്ഞു, I think I have a good relationship. എന്നിട്ട് ഈ സഹോദരി പറഞ്ഞു, ബട്ട് ഐ ഫീൽ ഓൾസോ എ ഡിസ്റ്റൻസ് ടു മൈ മദർ. ഐ ഓൾവേസ് ഫീൽ ദാറ്റ് ഐ വാണ്ട് ടു ബി ഇൻഡിപെൻഡൻറ്റ്. ഞാൻ പറഞ്ഞു, അത് തന്നെ ഒരു ആന്തരിക മുറിവിൻ്റെ ലക്ഷണമാണ്.
എന്നിട്ട് ഈ സഹോദരി ചോദിച്ചു, എത്ര പേരുണ്ട് വീട്ടിൽ? അപ്പോൾ ഈ കുട്ടി പറഞ്ഞു, അവർ 5 മക്കളാണ്, 4 പെൺകുട്ടികളും ഒരാണും. ഞാൻ ചോദിച്ചു, നീ എത്രാമത്തെയാണ്? സഹോദരി പറഞ്ഞു, ഞാൻ 4ാമത്തെ ആളാണ്. അപ്പോൾ ഏറ്റവും ഇളയതോ? ആൾ പറഞ്ഞു, എൻ്റെ ആങ്ങളെയാണ്. ഏറ്റവും ഇളയത് ആൺകുട്ടിയാണ്, ഞങ്ങളെല്ലാം പെൺകുട്ടികളാണ്. ഞാൻ ചോദിച്ചു, നീയും നിൻ്റെ അനിയനും തമ്മിൽ എത്ര വയസ്സിൻ്റെ വ്യത്യാസമുണ്ട്? അപ്പോൾ ഈ സഹോദരി പറഞ്ഞു, ഒരു 1-1.5 വയസ്സ്. ഞങ്ങൾ തമ്മിൽ വലിയ വ്യത്യാസമില്ല. ഞാൻ ഉണ്ടായിട്ട് അധികം താമസിക്കാതെ എൻ്റെ അനിയനുണ്ടായി. എന്നിട്ട് ഈ സഹോദരി ചോദിച്ചു, അമ്മയുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണ് നിൻ്റെ? അപ്പോൾ ആൾ പറഞ്ഞു, എനിക്ക് അത്ര വലിയ അടുപ്പമില്ല, എന്നാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഈ സഹോദരി പറയുകയാണ്, ഐ ഓൾവേസ് ഫെൽറ്റ് മൈ മോം ഫേവേർഡ് മൈ ബ്രദർ ദാൻ മീ, മേ ബി ബിക്കോസ് ഐ വാസ് എ ഗേൾ. ഞാൻ ചിലപ്പോൾ ഒരു പെൺകുട്ടി ആയതുകൊണ്ടായിരിക്കാം. പിന്നെ അവർക്ക് ഓൾറെഡി 3 പെൺകുട്ടികളുണ്ടായിരുന്നു. 4ാമത് ഞാനൊരു പെൺകുട്ടിയായി. അപ്പോൾ അവർ ഒത്തിരി ദേ മേ ബി ഡെസ്പറേറ്റ്ലി സീക്കിംഗ് ഫോർ എ ബോയ്. അപ്പോൾ എൻ്റെ അനിയൻ ജനിച്ചു. പിന്നെ അവരുടെ എല്ലാ സ്നേഹവും എൻ്റെ അനിയനിലേക്ക് പോയി. അപ്പോൾ ഐ ഫെൽറ്റ് മേ ബി ഐ ആം അൺവാണ്ടഡ്. ഐ ആം നോട്ട് ഗുഡ് ബിക്കോസ് ഐ ആം നോട്ട് എ ബോയ്. ഞാനൊരു പെണ്ണായതുകൊണ്ട് എനിക്കത്ര മാതാപിതാക്കൾക്ക് എന്നെ വേണ്ട, എൻ്റെ ജീവിതത്തിന് അത്ര വലിയ അർത്ഥമില്ല എന്നൊരു ചിന്ത എനിക്ക് ചിലപ്പോൾ വന്നിട്ടുണ്ടായിരിക്കാം. പ്രിയപ്പെട്ടവരെ, നമ്മൾ അറിയേണ്ട ഒരു കാര്യം ഈ സഹോദരിയോട് ഞാൻ പറഞ്ഞു കൊടുത്തു. നീ ജനിച്ചത് നിൻ്റെ മാതാപിതാക്കളുടെ പദ്ധതി പ്രകാരമല്ല, ദൈവ പദ്ധതി പ്രകാരമാണ്. അതുകൊണ്ട് നീ വേണ്ടപ്പെട്ടവൾ തന്നെയാണ്. നമ്മൾ അല്പം മുമ്പ് തന്നെ ബഹുമാനപ്പെട്ട ജബിനച്ചൻ എന്ന് കേട്ടു. ദൈവം പറയുന്നൊരു കാര്യം, ഇത് യെശയ്യാ 43:4 അച്ഛനിത് വ്യാഖ്യാനിച്ചതാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട വലിയൊരു സത്യം, ഇതാരാണിത് പറയുന്നത്? ഈ ലോകത്തിലെ ഒരു പ്രസിഡൻറ്റോ പ്രധാനമന്ത്രിയോ, ഈ ലോകത്തിലെ ഏറ്റവും വലിയൊരു ആൾ എന്ന് നിങ്ങൾ ചിന്തിക്കുന്ന ആൾക്കാർ, ഇപ്പോൾ പോപ്പ് ഫ്രാൻസിസ് പറയുന്നതിനേക്കാൾ എല്ലാം എത്രയോ വലിയൊരു കാര്യമാണ്. സർവശക്തനായ ദൈവം തൻ്റെ അധരം തുറന്ന് പറയുകയാണ്, നീ എനിക്ക് വിലപ്പെട്ടവനാണ്, ബഹുമാനിനാണ്, പ്രിയങ്കരനാണ്. ദൈവം പറയുകയാണ്, നിന്റെ അപ്പനേക്കാളും അമ്മയെക്കാളും ഈ ലോകത്തിലുള്ള സകലരേക്കാളും വലിയവനായ the King of Kings, the Lord of Lords, the Prince of Peace, the Alpha, the Omega, the God of all creation, നമ്മുടെ സർവശക്തനായ ദൈവം പറയുകയാണ്, നീ എനിക്ക് പ്രിയപ്പെട്ടവനാണ്. അപ്പോൾ നീ ആര് പറയുന്നതാണ് കേൾക്കുക? ആര് പറയുന്നതിനാണ് നീ മുൻതൂക്കം കൊടുക്കുന്നത്? പലരും മുറിവേൽക്കാനുള്ള കാരണം അവർ മനുഷ്യർ പറയുന്നതാണ് കേൾക്കുന്നത്. യെശയ്യാ 51:7 ശ്രേഷ്ഠമായൊരു ദൈവവചനമാണ്. വചനം ഇങ്ങനെയാണ്, നിങ്ങൾ മനുഷ്യരുടെ നിന്ദനത്തെ ഭയപ്പെടുകയോ അവരുടെ ശകാരങ്ങളിൽ സംഭ്രമിക്കുകയോ വേണ്ട. ഞാൻ നൽകുന്ന മോചനം നിത്യമാണ്. നീ എന്നെ നോക്കുക, നീ എന്നെ തേടുക, എന്നെ മാത്രം തേടുക. നമ്മുടെ ആന്തരിക മുറിവുകളല്ല. ഈ സഹോദരിയോട് ഞാൻ പറഞ്ഞു, നിന്റെ ആന്തരിക മുറിവ് എന്തുകൊണ്ടാണ് നീ പോലും അറിയാതെ നിന്നെ വെറുക്കുകയാണ്. ദിസ് ഈസ് കോൾഡ് സെൽഫ് ഹേറ്റ്രഡ്. യു ഡോണ്ട് അപ്രീഷിയേറ്റ് യുവർ സെൽഫ് ബിക്കോസ് യു ആർ എ ഗേൾ. നിനക്ക് നിന്നെ തന്നെ അംഗീകരിക്കാൻ സാധിക്കുന്നില്ല. പക്ഷേ ഇറ്റ് ഈസ് ലൈക്ക് യു ആർ പുട്ടിങ് അപ്പ് എ മാസ്ക് സെയിങ് യു ഹാവ് എ ജോബ്, യു ഹാവ് എ മണി, ബട്ട് മണി വിൽ നോട്ട് ഗീവ് ഫുൾഫിൽമെൻറ്റ് ടു യുവർ ലൈഫ്. മനുഷ്യ ജീവിതം സമ്പത്ത് കൊണ്ടല്ല ധന്യമാകുന്നത്. നീ നിന്റെ ജീവിതം ആരംഭിച്ചിട്ടില്ല. നീ ഒരു സ്ത്രീ ആയിരിക്കുമ്പോൾ, നീ 34 വയസ്സുള്ള കല്യാണം കഴിക്കാത്തൊരു സ്ത്രീ എന്ന് പറയുമ്പോൾ, നീ ദൈവം ആഗ്രഹിക്കുന്ന ജീവിതം ആരംഭിക്കാത്ത വ്യക്തിയാണ്. നീ ഇപ്പോൾ എന്തിനു വേണ്ടിയാണ് അധ്വാനിക്കുന്നത്? നിന്റെ ഈ സമ്പത്ത് കൊണ്ട് എന്താണ് കാര്യം? നീ ആർക്ക് വേണ്ടിയാണ് അധ്വാനിക്കുന്നത്? നിനക്കൊരു കുടുംബം കൂടിയേ തീരൂ. ഇതാണ് ദൈവം നിന്നെ ആഗ്രഹിക്കുന്നത്. കാരണം നിന്നെ സ്നേഹിക്കുന്ന, നിന്നെ പ്രിയങ്കരിയായി, ബഹുമാനിയായി, അമൂല്യയായി കരുതുന്ന ദൈവത്തിന് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. അത് നീ വിവാഹം കഴിച്ചൊരു കുടുംബമായി ജീവിക്കണമെന്നുള്ളതാണ്. നിന്നെ ദൈവം സ്നേഹിക്കുന്നു. ദൈവമാണ് നിന്നെ സൃഷ്ടിച്ചത് ഒരു സ്ത്രീയായി. നീ വിവാഹം കഴിക്കണമെന്നും, നീ വിവാഹിതയായി മക്കൾക്ക് ജന്മം നൽകണമെന്നും, ഒരു കുടുംബമാകണമെന്നും ദൈവം ആഗ്രഹിക്കുന്നു. ദൈവത്തെ നീ നോക്കണം. നാം വചനത്തിൽ വായിക്കുകയാണ്, ഇത് പലരുടെയും പ്രശ്നമാണ്. നമ്മൾ ആഗ്രഹിക്കുന്ന, ദൈവം ആഗ്രഹിക്കുന്ന തലത്തിലേക്ക് നമുക്ക് ഉയരാൻ പറ്റാത്തതിൻ്റെ കാരണം നാം ഈ ലോക ചിന്തയിൽ, ലോകകാര്യങ്ങളിൽ കുടുങ്ങിക്കിടക്കുകയാണ്. വിലാപങ്ങളുടെ പുസ്തകം 4-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുകയാണ്, സ്വർണമെങ്ങനെ മങ്ങിപ്പോയി, സ്വർണത്തിനെങ്ങനെ മാറ്റം വന്നു. വിലാപങ്ങൾ 4:1 മുതലുള്ള വാക്യങ്ങളിൽ നാം വായിക്കുകയാണ്, സ്വർണമെങ്ങനെ മങ്ങിപ്പോയി, തങ്കത്തിനെങ്ങനെ മാറ്റം വന്നു.
വിശുദ്ധ മന്ദിരത്തിൻ്റെ കല്ലുകൾ വഴിക്കവലയ്ക്കൽ ചിതറിക്കിടക്കുന്നു. ആരാണ് ഈ സ്വർണം? ഇതൊരു സ്വർണത്തെക്കുറിച്ച്, ഒരു ലൗകിക കാര്യത്തെക്കുറിച്ചല്ല, ദൈവവചനം മനുഷ്യരെക്കുറിച്ചാണ്. സ്വർണം പോലെ വിലയുള്ളവനായി ബഹുമാന്യനായി ദൈവം നിന്നെ സൃഷ്ടിച്ചിട്ട് എന്തുകൊണ്ടാണ് നിന്റെ ജീവിതത്തിന് മങ്ങലേറ്റിരിക്കുന്നത്? തങ്കം പോലെ നിന്നെ വിലമതിക്കുന്ന നിന്റെ ദൈവം എന്തുകൊണ്ടാണ് ഈ ദൈവത്തിൻ്റെ മുമ്പിൽ നിനക്ക് ഒരു മാറ്റം വന്നിരിക്കുന്നത്? വിശുദ്ധ മന്ദിരത്തിലെ കല്ലുകൾ, നമ്മളറിയണം, നമ്മളെല്ലാം വിശുദ്ധ മന്ദിരം, നമ്മുടെ ശരീരമാകുന്ന ആലയം ദൈവത്തിൻ്റെ ഭവനമാണ്. ദൈവത്തിൻ്റെ ഭവനം പണിയുന്ന കല്ലുകളാണ് നമ്മൾ, വിലയേറിയ കല്ലുകൾ. ഇവ വഴിക്കവലയ്ക്കൽ ചിതറിക്കിടക്കുന്നു. എന്താണ് ഈ വഴിക്കവലയുടെ പ്രത്യേകത? സ്ട്രീറ്റ്, സ്ലംസ്, അൺവാണ്ടഡ് പ്ലേസസ്. ദൈവഭവനത്തിലിരിക്കേണ്ട നാം, ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട നാം, തങ്കത്തെ പോലെ സ്വർണത്തെ പോലെ തിളങ്ങേണ്ട നാം, മുഖം കുനിച്ച് തെറ്റായ ചിന്തകൾക്ക് അടിമപ്പെട്ട്, കുറ്റബോധത്തിന് അടിമപ്പെട്ട് തളർന്നിരിക്കുന്നത് എന്തുകൊണ്ടാണ്? രണ്ടാമത്തെ വചനം. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു തളർച്ച, ഒരു തകർച്ച നമ്മുടെ ജീവിതത്തിൽ? സിയോന്റെ അമൂല്യരായ മക്കൾ, തങ്ങളുടെ തൂക്കത്തിനൊപ്പം തങ്കത്തിൻ്റെ വിലയുള്ളവർ, കുശവന്റെ കരവേലയായ മൺപാത്രങ്ങൾ പോലെ പരിഗണിക്കപ്പെട്ടതെങ്ങനെ? പലരും അവരുടെ വിലയറിയുന്നില്ല. ഞാൻ ആർക്കും വേണ്ടാത്തവനാണ്, എനിക്കൊരു കഴിവില്ല, എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല, ഞാൻ ഒന്നിനും കൊള്ളാത്തവനാണ്. എന്തുകൊണ്ടാണ് നിന്റെ യഥാർത്ഥത്തിലുള്ള വില നീ തിരിച്ചറിയാത്തത്? നീ എന്തുകൊണ്ടാണ് നീ വെറും ഒരു കുശവന്റെ കരവേലയായ മൺപാത്രമാണെന്ന് പറഞ്ഞ് നീ നിന്നെ തന്നെ അവഹേളിക്കുന്നതും അവമതിക്കുന്നതും എന്തുകൊണ്ട്? നീ ഒരു അമൂല്യനായിരിക്കും, എന്തുകൊണ്ടാണ് നീ നിന്റെ വില മനസ്സിലാക്കാത്തത്? മൂന്നാമത്തെ വചനം നമുക്ക് വായിക്കാം. വചനത്തിൽ വായിക്കുകയാണ്, കുറുനരികൾ പോലും കുഞ്ഞുങ്ങളെ മുലയൂട്ടുന്നു, എന്നാൽ എൻ്റെ ജനത്തിൻ്റെ പുത്രി മരുഭൂമിയിലെ ഒട്ടകപ്പക്ഷിയെപ്പോലെ ക്രൂരയായി. പ്രിയപ്പെട്ടവരെ, മനുഷ്യൻ മുറിവേൽക്കാൻ പല കാരണങ്ങളുണ്ട്. ഈ പെൺകുട്ടിയുടെ കാര്യം തന്നെ എടുക്കുക. 34 വയസ്സുണ്ട്. ഏകദേശം ഒരു വയസ്സുള്ളപ്പോൾ തന്നെ ആൾക്ക് മറ്റൊരു കുഞ്ഞുകൂടി ജനിക്കുകയാണ്, അമ്മയ്ക്ക്. അപ്പം അതോടുകൂടി ആൾക്ക് യഥാർത്ഥത്തിലുള്ള ഒരു അമ്മയുടെ സ്നേഹം കിട്ടിയില്ല എന്നുള്ളതാണ് ഈ ശൂന്യതയിലേക്ക് ഈ പെൺകുട്ടി വീഴാനുള്ള കാരണം. തന്നെ അമ്മയ്ക്ക് അത്രയ്ക്ക് ആവശ്യമില്ല എന്നുള്ളൊരു ചിന്ത. ഈവൻ മനഃശാസ്ത്രജ്ഞന്മാർ പോലും പറയും, ഒരു അമ്മയുടെ സ്നേഹം കുഞ്ഞിലേക്ക് വരുന്നത് അമ്മയുടെ മുലപ്പാലിലൂടെയാണ്. ഒരമ്മ തൻ്റെ കുഞ്ഞിനെ മുലയൂട്ടാൻ മടിച്ചാൽ, സ്നേഹിക്കാൻ മടിച്ചാൽ, സ്നേഹം പകരാൻ വിസമ്മതിച്ചാൽ ഈ കുഞ്ഞിൽ ഇതൊരു ശൂന്യതയായി കിടക്കുകയാണ്. ഈ കുഞ്ഞിൽ ഇത് പിന്നീട് പല രീതിയിലുള്ള പെർവേഷൻ, എംപ്റ്റിനെസ്, തെറ്റായ സ്നേഹം തേടുന്ന പ്രവണതയിലേക്ക് മക്കൾ വീണുപോകാൻ സാധ്യതയുണ്ട്. എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ പരമമായ സൃഷ്ടിയുടെ ഉദാഹരണമാണ് ഒരു അപ്പൻ്റെയും അമ്മയുടെയും കുഞ്ഞായി ഒരു കുഞ്ഞ് ജനിക്കണമെന്നുള്ളതും ഈ കുഞ്ഞിന് അമ്മയിൽ നിന്ന് സ്നേഹം പകരപ്പെടണമെന്നുള്ളത് ദൈവ പദ്ധതിയുടെ ഭാഗമാണ്. അപ്പോൾ ഇത് എവിടെ തടസ്സപ്പെടുന്നുവോ ഈ കുഞ്ഞിൽ ഒരു ശൂന്യത ഉണ്ടാവുകയാണ്. അതുകൊണ്ടാണ് വചനം പറയുന്നത് ഇത് ദൈവത്തിന് മക്കളെക്കുറിച്ചുള്ളൊരു പദ്ധതിയാണ്. ഇത് മൃഗങ്ങളെ പോലെയല്ല മനുഷ്യൻ. ഒട്ടകപ്പക്ഷി നമുക്കറിയാം. ഒട്ടകപ്പക്ഷിയുടെ പ്രത്യേകത ഇറ്റ് ഹാസ് നോ ബ്രസ്റ്റ്. ഇതിന് മുലയൂട്ടാൻ പറ്റില്ല. ഇത് മുട്ടയിട്ടിട്ട് ഇതിൻ്റെ വഴിക്ക് പോകും എന്നാണ് പറയുക. പല മാതാപിതാക്കളും അറിഞ്ഞോ അറിയാതെയോ അവരായിരുന്ന അവസ്ഥയിൽ പലപ്പോഴും മക്കളെ യഥാർത്ഥത്തിൽ സ്നേഹിക്കാനോ നോക്കാനോ കഴിയാത്ത ഒത്തിരി പേരുണ്ട്. മക്കളെക്കുറിച്ച് ഉത്കണ്ഠപ്പെടുന്ന ഒത്തിരി മാതാപിതാക്കളുണ്ട്, മക്കളെക്കുറിച്ച് പരാതി പറയുന്നവരുണ്ട്. പക്ഷെ നമ്മുടെ പ്രത്യേക ജീവിത സാഹചര്യത്തിൽ പല അമ്മമാരും മക്കൾക്ക് ജന്മം നൽകി മക്കളെ അമ്മയുടെയും മുത്തശ്ശിയുടെയും കൂടെ ഏൽപ്പിച്ചിട്ട് സമ്പത്തുണ്ടാക്കാൻ ജോലിക്ക് വേണ്ടി പോകുന്ന ഒത്തിരി പേരുണ്ട്. നമ്മളറിയണം, ഒരു കുഞ്ഞിന് വേണ്ടത് സമ്പത്തല്ല, സാന്നിധ്യമാണ്. ഒരു കുഞ്ഞിന് വേണ്ടത് അമ്മയുടെ സാന്നിധ്യമാണ്. അത് ഉപേക്ഷിച്ച് പോയി കഴിയുമ്പോൾ തന്നെ ഈ കുഞ്ഞിൽ വലിയൊരു ശൂന്യതയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൃഗങ്ങളെ പോലെ കുഞ്ഞുങ്ങളെ ഉപേക്ഷിക്കേണ്ടതല്ല, ഒരു കുഞ്ഞ് അമ്മയുടെ കൂടെയാണ് വസിക്കേണ്ടത്. അങ്ങനെയാണ് ദൈവത്തിൻ്റെ സ്നേഹം ഒരു കുഞ്ഞിലേക്ക് പകരാനുള്ള മാധ്യമമാണ് ഒരു അമ്മ. ഒരു കുഞ്ഞ് ജനിക്കേണ്ടത് സ്നേഹത്തിലാണ്, വളരേണ്ടത് സ്നേഹത്തിലാണ്. നമ്മൾ വീണ്ടും വായിക്കുന്നു, 4-ാമത്തെ വാക്യം. എന്നാൽ എൻ്റെ ജനം മുല കുടിക്കുന്ന കുഞ്ഞിൻ്റെ നാവ് ദാഹം കൊണ്ട് വരണ്ട് അണ്ണാക്കിൽ ഒട്ടിയിരിക്കുന്നു. കുട്ടികൾ ഭക്ഷണമിരക്കുന്നു,
പക്ഷെ ആരും നൽകുന്നില്ല. എന്ന് പറഞ്ഞാൽ സ്നേഹിക്കപ്പെടാത്ത മക്കൾ മുറിവേറ്റ മക്കളാണ്. ഈ മക്കളാണ് പലപ്പോഴും പിന്നീട് വളർന്നു വരുമ്പോഴും തെറ്റായ ബന്ധങ്ങളിലും തെറ്റായ സ്നേഹബന്ധങ്ങളിലും എല്ലാം പെട്ട് അവരുടെ ജീവിതത്തെ തന്നെ പ്രതിസന്ധിയിലാക്കുന്നത്. പലരുടെയും ഇപ്പോഴത്തെ ഒരു പ്രശ്നം, അവർക്ക് ഒരു പ്രായമായി കഴിഞ്ഞാൽ തന്നെ വിവാഹം വേണോ എന്നുപോലും സംശയിക്കുന്നവരുണ്ട്. പിന്നീട് കുറേ കഴിയുമ്പോഴാണ് ഞങ്ങൾ വിവാഹം കഴിച്ചിട്ടില്ല, സമയം ഒത്തിരിയായി, പ്രായം കൂടി പോകുന്നു എന്നുള്ളൊരു ചിന്ത. പ്രിയപ്പെട്ടവരെ, ഇത് നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം. നിൻ്റെ അപ്പനോ അമ്മയ്ക്കോ നിന്നെ നീ കുഞ്ഞായിരുന്നപ്പോൾ നീ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്നെ സ്നേഹിക്കാൻ പറ്റിയിട്ടില്ല, നോക്കാൻ പറ്റിയിട്ടില്ല. അവർ ജോലിക്ക് വേണ്ടി പോയി, അവർ വിദേശ രാജ്യത്തായിരുന്നു, നിന്നെ മാതാപിതാക്കളുടെ കൂടെ നിർത്തിയിട്ട് അവർ പോയി. എന്തുമായിക്കൊള്ളട്ടെ, നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഒരു പാമ്പ് നിന്നെ കടിച്ചാൽ ആരെയാണ് ചികിത്സിക്കേണ്ടത്? പാമ്പിനെയോ നിന്നെയോ? നിന്നെ ആരെങ്കിലും മുറിവേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ നീ അറിയണം, നിന്നെ മുറിവേൽപ്പിച്ചവർക്ക് നിന്നെ സുഖപ്പെടുത്താൻ സാധിക്കില്ല. യേശു ക്രിസ്തുവിന് മാത്രമേ സാധിക്കൂ. നിന്റെ അമ്മ നിന്നെ സ്നേഹിച്ചിട്ടില്ല, നിന്റെ അപ്പൻ നിന്നെ സ്നേഹിച്ചിട്ടില്ല എന്ന് നീ പറയുമ്പോൾ അറിയണം, അവർക്ക് നിന്നെ സുഖപ്പെടുത്താൻ സാധിക്കില്ല. അവർ ഇന്നലെയും ഇന്നും എന്നും ഒരുവർ തന്നെയല്ല. നിനക്ക് 10 മാസം പ്രായമുള്ളപ്പോൾ കിട്ടിയ മുറിവാണ് നിന്നെ ഇപ്പോൾ ഈ അവസ്ഥയിൽ എത്തിച്ചതെങ്കിൽ ഓർക്കണം, ഈ മുറിവുണക്കാൻ ഒരാളുണ്ട്, അത് ഈശോയാണ്. നീ അതുകൊണ്ട് ഭയപ്പെടരുത്, യേശുവിലേക്ക് തിരിയണം. ഇനി നിന്റെ അമ്മ നിന്നെ വേണ്ട വിധത്തിൽ നോക്കിയിട്ടില്ല, നിന്നെ മുലയൂട്ടിയിട്ടില്ല, നിനക്ക് സ്നേഹം തന്നിട്ടില്ല, നിന്റെ കാര്യം ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നീ പരാതിപ്പെടേണ്ടതില്ല. നാമവചനത്തിൽ വായിക്കുകയാണ്, ഇത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 66-ാം അധ്യായം 11 മുതലുള്ള വാക്യങ്ങൾ. ആന്തരിക സൗഖ്യത്തെക്കുറിച്ചുള്ള ദൈവവചനമാണ്. എങ്ങനെയാണ് നമുക്ക് ആന്തരിക സൗഖ്യം കിട്ടുക? അവളുടെ സാന്ത്വന സ്തന്യം പാനം ചെയ്ത് തൃപ്തരാകുവിൻ, അവളുടെ മഹത്വത്തിൻ്റെ സമൃദ്ധി നുകർന്ന് സംതൃപ്തി അടയുവിൻ. 12 കർത്താവ് അരുളി ചെയ്യുന്നു, ഐശ്വര്യം നദി പോലെ അവളിലേക്ക് ഞാൻ ഒഴുക്കും, ജനതകളുടെ ധനം കവിഞ്ഞൊഴുകുന്ന അരുവി പോലെയും. നിന്നെ അവൾ പാലൂട്ടുകയും എളിയിൽ എടുത്തുകൊണ്ട് നടക്കുകയും മടിയിൽ ഇരുത്തി ലാളിക്കുകയും ചെയ്യും. 13-ാം വാക്യം. ദൈവം ചെയ്യുന്ന കാര്യങ്ങളാണിതെല്ലാം. അമ്മയെപ്പോലെ ഞാൻ നിന്നെ ആശ്വസിപ്പിക്കും, ജെറുസലേമിൽ വച്ച് നീ സാന്ത്വനം അനുഭവിക്കും. ദൈവം പറയുകയാണ്, ഒരമ്മ തൻ്റെ കുഞ്ഞിനെ ആശ്വസിപ്പിക്കുന്നത് പോലെ ഞാൻ ആശ്വസിപ്പിക്കും. ദൈവത്തിൻ്റെ പേര് അമ്മ എന്നുകൂടിയാണ്. ഇത് ദൈവവചനമാണ്. അതുകൊണ്ടാണ് വീണ്ടും യെശയ്യാ 49:15 മുതൽ നാം വായിക്കുക, മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാകുമോ? അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല എന്ന് പറഞ്ഞ് ഇതിൻ്റെ അർത്ഥം എന്താണ്? ഇങ്ങനെ മറക്കുന്ന അമ്മമാരുണ്ടെന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. സ്വന്തം കുഞ്ഞിനെ ഉപേക്ഷിക്കുന്ന അമ്മമാരുണ്ട്, സ്വന്തം കുഞ്ഞിനെ പോലും പരിത്യജിക്കുന്നവരുണ്ട്, സ്നേഹിക്കാത്തവരുണ്ട്, നോക്കാത്തവരുണ്ട്, തിരിഞ്ഞു നോക്കാത്തവരുണ്ട്, സ്വന്തം കുഞ്ഞിനെ ഉപേക്ഷിച്ചു പോകുന്നവരുണ്ട്. നമ്മൾ അങ്ങനെയുള്ള പല സംഭവങ്ങളും നമ്മൾ വായിച്ചിട്ടുണ്ട്. കുഞ്ഞിനെ കൊല്ലുന്നവർ, കുഞ്ഞിനെ കൊന്നു മറ്റ് കാമുകൻ്റെ കൂടെ ഒളിച്ചോടാൻ വേണ്ടി തന്നെ സ്വന്തം കുഞ്ഞിനെ കൊല്ലുന്നവർ പോലും, അങ്ങനെയുള്ള അമ്മമാരൊക്കെ ഉണ്ട്. പക്ഷെ വചനം ഇതിനു മുമ്പേ, നാം ജനിക്കുന്നതിന് മുമ്പേ എഴുതി വെച്ചിരിക്കുകയാണ്, കുഞ്ഞെ നീ നിന്റെ ദൈവത്തിൻ്റെ സ്വന്തമാണ്. മാതാപിതാക്കൾ ദൈവം നിയോഗിച്ച ദൈവം ഏൽപ്പിച്ച കാവൽക്കാർ മാത്രവും. നീ അതെന്ന് തിരിച്ചറിയുന്നുവോ അന്ന് നിന്റെ പരാതി വിട്ടുപോകും. ഒത്തിരി പേര് പറയും, എൻ്റെ അപ്പനും അമ്മ എന്നെ നോക്കിയിട്ടില്ല. എത്രയോ പ്രായമായിട്ടും പറയുന്നവരുണ്ട്, എൻ്റെ അപ്പനും അമ്മ എന്നെ നോക്കിയിട്ടില്ല. പക്ഷെ നീ അറിയണം, ആരാണ് നിൻ്റെ അപ്പൻ, ആരാണ് നിൻ്റെ അമ്മ? നിന്റെ ദൈവം നിന്നെ നോക്കിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ശരിയാണ്, പക്ഷെ ദൈവം നിന്നെ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. 24 മണിക്കൂറും നിന്റെ കാര്യമാണ് നിന്റെ ദൈവത്തിൻ്റെ ചിന്ത. ഒരു ചിന്ത പോലും, പ്രഭാഷകൻ 42:20 നാം വായിക്കുകയാണ്, ഒരു ചിന്ത പോലും അവിടത്തേക്ക് അജ്ഞാതമല്ല. നിന്നെക്കുറിച്ചാണ് ദൈവം എപ്പോഴും ചിന്തിക്കുക. ഒരു ചിന്തയും അവിടത്തേക്ക് അജ്ഞാതമല്ല. ഒരു വാക്കും കർത്താവിന് മറഞ്ഞിരിക്കുന്നില്ല. എല്ലാം അവിടത്തേക്ക് അറിയാം. ഈ ദൈവത്തിലേക്ക് നീ തിരിയുക. അപ്പോൾ ഈ സഹോദരി എന്നോട് ചോദിച്ചു, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ വ്യാഖ്യാനിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, നിന്റെ ദൈവമാണ് നിന്റെ അമ്മ, നിന്റെ ദൈവമാണ് നിന്റെ അപ്പൻ. ഈ അപ്പനും അമ്മയും നിന്നെ എപ്പോഴും നോക്കിയിട്ടുണ്ട്. നീ ഈ ദൈവത്തിലേക്ക് തിരിയണം. നീ ഈ ദൈവത്തിൻ്റെ സ്നേഹത്താൽ നിറയപ്പെടാൻ വേണ്ടി നീ പ്രാർത്ഥിക്കണം. നീ ദൈവത്തിൻ്റെ മകളാണെന്ന് ഏറ്റുപറയണം. എല്ലാ ദിവസവും ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിക്കണം. അപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം വന്ന് നിന്നിൽ നിറയും. നീ ആരാണെന്ന് നിനക്ക് യഥാർത്ഥത്തിൽ മനസ്സിലാകും. നാം വായിക്കുകയാണ് യെശയ്യാ 45:4-5 വാക്യങ്ങൾ. യെശയ്യാ 45:4-5 വാക്യങ്ങൾ. എൻ്റെ ദാസനായ യാക്കോബിനും
ഞാൻ തിരഞ്ഞെടുത്ത ഇസ്രായേലിനും വേണ്ടി ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിക്കുന്നു. നീ എന്നെ അറിയുന്നില്ലെങ്കിലും ഞാൻ നിന്നെ നിന്റെ പിതൃനാമത്തിലും വിളിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവം പറയുകയാണ്, നിനക്ക് എന്നെ അറിയാൻ പാടില്ലെങ്കിലും മകനെ മകളെ, എനിക്ക് നിന്നെ അറിയാം. നിന്നെ നിന്റെ പിതൃനാമത്തിലും ഞാൻ വിളിക്കുന്നു. നിന്റെ വീട്ടുപേര് പോലും എനിക്കറിയാം. നീ എവിടെ ജനിച്ചു, ആരുടെ മകനായി ജനിച്ചു, എപ്പോൾ ജനിച്ചു, എല്ലാം എനിക്കറിയാം. വീണ്ടും 5-ാമത്തെ വാക്യം, ഞാനല്ലാതെ മറ്റൊരു കർത്താവില്ല, ഞാനല്ലാതെ മറ്റൊരു ദൈവമില്ല. നീ എന്നെ അറിയുന്നില്ലെങ്കിലും ഞാൻ നിന്റെ അരമുറുക്കും. ഇന്ന് നീ അത് ശ്രദ്ധിക്കുക. നീ അറിയാതെ തന്നെ നിന്നെ സ്നേഹിക്കുന്ന ദൈവമാണ് നിന്റേത്. ഈ ദൈവത്തിന് നിന്നെ അറിയാം. നീ ആയിരിക്കുന്ന അവസ്ഥയിൽ ദൈവം നിന്നെ ഉൾക്കൊള്ളാൻ തയ്യാറാണ്. നീ നിന്നെ ദൈവത്തിന് വിട്ടുകൊടുക്കുക, സമർപ്പിക്കുക. ദൈവ പദ്ധതിക്ക് നീ നിന്നെ തന്നെ കീഴ്പ്പെടുത്തുക. നിന്റെ മുറിവുകൾ അവിടുന്ന് ഉണക്കും. മനുഷ്യർ മുറിവേൽക്കുന്നവരാണ്, മുറിവേൽപ്പിക്കുന്നവരാണ്. നീ ദൈവത്തിലേക്ക് തിരിയുമ്പോൾ നിന്റെ മുറിവ് അവിടുന്ന് ഉണക്കും. ഹോസിയ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 1-2 വാക്യങ്ങൾ നാം വായിക്കുകയാണ്. ഹോസിയ 11-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിൽ നാം വായിക്കുകയാണ്. ഇസ്രായേൽ ശിശുവായിരുന്നപ്പോൾ ഞാൻ അവനെ സ്നേഹിച്ചു, ഈജിപ്തിൽ നിന്ന് ഞാൻ എൻ്റെ മകനെ വിളിച്ചു. ദൈവവചനമാണ്. അവിടുന്ന് നിന്നെ ശിശുവായിരുന്നപ്പോൾ തന്നെ നിന്നെ വിളിച്ചാണ്. നീ തിരഞ്ഞെടുക്കപ്പെട്ടവനാണ്, തിരഞ്ഞെടുക്കപ്പെട്ടവളാണ്. 2-ാമത്തെ വചനം. എന്നിട്ട് വചനം പറയുകയാണ്, ഞാൻ അവരെ അടുക്കിലേക്ക് വിളിക്കും തോറും അവർ എന്നിൽ നിന്ന് അകന്നു പോവുകയാണ് ചെയ്തത്. അവർ ബാൽദേവന്മാർക്ക് ബലിയും വിഗ്രഹങ്ങൾക്ക് ധൂപവും അർപ്പിച്ചു പോന്നു. എന്താണ് ഇതിൻ്റെ അർത്ഥം? ഈശോ പറയുകയാണ്, ഞാനാണ് നിന്റെ അപ്പൻ, ഞാനാണ് നിന്റെ അമ്മ, ഞാനാണ് നിന്റെ സഹോദരൻ, ഞാനാണ് നിന്റെ സഹോദരി, ഞാനാണ് നിനക്ക് വേണ്ടി മരിച്ചവൻ, നിനക്ക് വേണ്ടി ജീവിക്കുന്നവൻ, നിന്നെ കരുതുന്നവൻ. എന്നാൽ നമ്മൾ സമ്മതിക്കില്ല. നമ്മൾ മനുഷ്യൻ്റെ സ്നേഹത്തിന്, മനുഷ്യൻ്റെ അംഗീകാരത്തിന്, മനുഷ്യൻ്റെ പ്രോത്സാഹനത്തിന് വേണ്ടി നമ്മൾ പരക്കം പായുകയാണ്. നമ്മൾക്ക് മനസ്സിലാകുന്നില്ല ഈ ദൈവം എപ്പോഴും നമ്മുടെ പിന്നാലെ ഉണ്ടെന്ന്. പലപ്പോഴും നമുക്ക് മുറിവേൽക്കാനുള്ള കാരണം എന്താണ്? യഥാർത്ഥത്തിൽ നമ്മെ സ്നേഹിക്കുന്ന ദൈവത്തിലേക്ക് തിരിയാതെ മനുഷ്യരിലേക്ക് തിരിയുന്നതുകൊണ്ടാണ്. വീണ്ടും നമുക്ക് വായിക്കാം 3-ാമത്തെ വാക്യം. എന്നിട്ട് നാം വീണ്ടും വായിക്കുകയാണ്. എന്താണ് അപ്പോൾ സംഭവിക്കുക? ഇങ്ങനെ പിന്നാലെ പോകുമ്പോൾ, എഫ്രായിമിനെ നടക്കാൻ പഠിപ്പിച്ചത് ഞാനാണ്, ഞാൻ അവരെ എൻ്റെ കരങ്ങളിലെടുത്തു, എന്നാൽ തങ്ങളെ സുഖപ്പെടുത്തിയത് ഞാനാണെന്ന് അവരറിഞ്ഞില്ല. പ്രിയപ്പെട്ടവരെ, നമ്മെ നടക്കാൻ നമ്മുടെ ജീവിതത്തിൻ്റെ അഭിവൃദ്ധിയുടെ എല്ലാം പിന്നിൽ ഈ ദൈവമാണെന്ന് നാം മനസ്സിലാക്കണം. ഈ ദൈവത്തിൻ്റെ പദ്ധതിയിലേക്ക് നാം നോക്കണം. ഈ ദൈവ പദ്ധതിയിലേക്ക് നോക്കുമ്പോഴാണ് നമുക്ക് ഈ ദൈവത്തിനെ നമ്മെ തന്നെ കീഴ്പ്പെടുത്താൻ സാധിക്കുക. ഈ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, നിന്നെ നീ ആയിരിക്കുന്ന അവസ്ഥയിൽ സ്നേഹിക്കുന്ന ഒരാളുണ്ട്. നീ ജനിച്ചത് ഈ ആൾക്ക് വേണ്ടിയിട്ടാണ്. ഈ ദൈവത്തിന് നീ നിന്നെ തന്നെ കീഴ്പ്പെടുത്തുക. നീ ദൈവത്തിന് നിന്നെ തന്നെ സമർപ്പിക്കുക. നീ അടിയറ വയ്ക്കുക. നീ ഇത് ഏറ്റു പറയുക. ദൈവമാണ് നിന്നെ സൃഷ്ടിച്ചത്, രൂപപ്പെടുത്തിയത്. ദൈവ പദ്ധതിയാലാണ് നീ മെനഞ്ഞെടുക്കപ്പെട്ടത്. നിന്റെ ദൈവത്തിന് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. നിന്നെ ഉപേക്ഷിച്ചിട്ടില്ല. അവിടുന്ന് എപ്പോഴും നിന്റെ കൂടെയുണ്ട്. ഈ സഹോദരിയോട് ഈ പ്രാർത്ഥനകളെല്ലാം, ഈ വചനങ്ങളെല്ലാം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാനായിട്ട് പറഞ്ഞു. പിന്നീട് പ്രിയപ്പെട്ടവർ, ഏകദേശം 1 മാസത്തിന് ശേഷം ഈ സഹോദരിക്ക് വലിയൊരു മാറ്റം ഉണ്ടാവുകയും എനിക്കൊരു കാര്യം ബോധ്യപ്പെട്ടു, എത്രയും പെട്ടെന്ന് ഞാൻ വിവാഹത്തിലേക്ക് പ്രവേശിക്കണം, അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ നടത്തുകയും പിന്നീട് ഒരു വിവാഹബന്ധത്തിലേക്ക് കുറേ നാളുകൾക്ക് ശേഷം ദൈവം ഈ സഹോദരിയെ കൈപിടിച്ച് നടത്തുകയും ചെയ്തു. ഈ മറഞ്ഞിരുന്ന ആന്തരിക മുറിവാണ് ഇതിനെ വിവാഹം വേണ്ട എന്ന ചിന്തയിലിരുന്നത്. ആ മുറിവിൽ നിന്ന് ദൈവസ്നേഹത്താൽ നിറയപ്പെട്ടപ്പോൾ ഈ പെൺകുട്ടിക്ക് ആ വിവാഹ ജീവിതത്തിലേക്കുള്ളൊരു വാതിൽ ദൈവം തുറന്നു കൊടുക്കുകയാണ്. നമ്മൾ പോലും അറിയാതെയാണ്. ചിലപ്പോൾ ചെറിയ നിസ്സാര കാര്യങ്ങളായിരിക്കാം പ്രിയപ്പെട്ടവരെ. ആന്തരിക മുറിവുകൾക്ക് 3 പ്രശ്നങ്ങളുണ്ടെന്നാണ് പറയുക. ഒന്നാമത്തെ പ്രശ്നം, ഇത് നമ്മെ നന്മ ചെയ്യുന്നതിന് തടസ്സപ്പെടുത്തുന്നു. പൗലോസ് പറഞ്ഞല്ലോ, റോമ 7:15 മുതലുള്ള വാക്യങ്ങൾ, ഞാൻ ആഗ്രഹിക്കുന്ന നന്മയല്ല, ആഗ്രഹിക്കാത്ത തിന്മയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ നന്മ ചെയ്യാൻ നമുക്ക് പറ്റുന്നില്ല. ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ തന്നെ എനിക്ക് മനസ്സിലാകുന്നില്ല. എന്തെന്നാൽ ഞാൻ ഇച്ഛിക്കുന്നതല്ല, വെറുക്കുന്നതാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. അതിൻ്റെ കാരണം എന്താണ്? ആന്തരിക മുറിവുകളാണ്. എന്താണ് ഇത്തരത്തിലുള്ള ആന്തരിക മുറിവുകൾ? 1 അപകർഷതാബോധം, 2 ഭയം, 3 ആകുലത, 4 ദുഃഖം, 5 ഏകാന്തത. പ്രിയപ്പെട്ടവർ, ഇങ്ങനെ പോകുന്നു.
ഇതൊന്നും ഇതിൽ തന്നെ ഒരു പ്രശ്നമാണോ? ഒരിക്കലും നമ്മളൊരു പ്രശ്നമായി കാണുകയില്ല. പക്ഷേ ഒരു ചെറിയൊരു ദുഃഖം മതി, ഒരു ഏകാന്തതയുടെ അനുഭവം മതി, ഒരു അപകർഷതാ ബോധം മതി, ഒരു കുറ്റബോധം മതി, ഒരു ഭയം മതി, ദുഃഖം മതി, നിരാശ മതി. ഇതെല്ലാം പ്രിയപ്പെട്ടവരെ നന്മ ചെയ്യുന്നതിൽ നമ്മെ തടസ്സപ്പെടുത്തുകയാണ്. അതുകൊണ്ടാണ് ഇതിൻ്റെ എല്ലാം വേരുകളിലേക്ക് നാം പോകണം, ഈശോയെ വിളിക്കണം, ഈശോയോട് പറഞ്ഞ് ഈ മുറിവുകളിൽ നാം പുറത്തു കിടക്കണം. കാരണം നമ്മെപ്പോലെ മുറിവേറ്റവനാണ് അവിടുന്ന്, നമ്മെപ്പോലെ മനുഷ്യനായവനാണ് അവിടുന്ന്. അവിടത്തേക്ക് എല്ലാം അറിയാം. നാം സമർപ്പിച്ചാൽ മതി, മറച്ചു വെക്കേണ്ടതില്ല, മൂടി വെക്കേണ്ടതില്ല. ഈ മുറിവുകൾ നാം ഏറ്റുപറയുമ്പോൾ ദൈവം നമ്മെ നന്മയിലേക്ക് വഴി നടത്തും. ഒന്ന്, ഇത് നന്മ ചെയ്യാൻ നമ്മെ തടസ്സപ്പെടുത്തും. രണ്ട്, ആന്തരിക മുറിവുകൾ നമ്മെ പാപത്തിലേക്ക് നയിക്കും. പാപത്തിലേക്ക്, ഉദാഹരണത്തിന് ആന്തരിക മുറിവുകൾ നമ്മെ പാപത്തിലേക്ക് നയിക്കുന്നതിന് ഉദാഹരണമാണ് ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥ, വെറുപ്പ്, വിദ്വേഷം, മറ്റുള്ളവരെ കൊല്ലണമെന്നുള്ള ചിന്ത. പാപത്തിലേക്ക് നമ്മെ നയിക്കുന്നത് ആന്തരിക മുറിവുകളാണ്. നമുക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ല, നമുക്ക് വിട്ടുകൊടുക്കാൻ പറ്റുന്നില്ല, കോപപ്രകൃതി. ഇതെല്ലാം ഉണങ്ങാത്ത മുറിവുകളുടെ പ്രവർത്തനമാണ്. ചിലർക്ക് ഒരു തരത്തിൽ വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റില്ല, ചിലർക്ക് ഒരിക്കലും ഒരു കാര്യത്തിൽ അവർക്ക് ക്ഷമിക്കാൻ പറ്റില്ല, വിട്ടുകൊടുക്കാൻ പറ്റില്ല. ഇത് ആന്തരിക മുറിവുകളാണ്. ഞാനെങ്ങാനും വിട്ടുകൊടുത്താൽ ഞാൻ തോക്കുമോ എന്നുള്ള ഭയം. ഇതെല്ലാം മുറിവുകളിൽ നിന്നാണ്. പ്രിയപ്പെട്ടവരെ, ഈശോയ്ക്ക് എല്ലാം അറിയാമായിരിക്കും. ഈശോയുടെ സ്വഭാവത്തിൻ്റെ പ്രത്യേകത എന്താണ്? എല്ലാം കണ്ടിട്ടും കാണുന്നില്ല. ഏശയ്യ 42:20 ഈശോയുടെ സ്വഭാവം എഴുതി വച്ചിരിക്കുകയാണ്. അവിടുന്ന് കണ്ടിട്ടും കാണുന്നില്ല, കേട്ടിട്ടും കേൾക്കുന്നുമില്ല. എല്ലാം അറിയാം, എന്നിട്ടും അവിടുന്ന് നിശബ്ദത പാലിക്കുകയാണ്. വീണ്ടും ഏശയ്യ 53:7 നാം വായിക്കുകയാണ്. ഏശയ്യ 53:7 ഈശോയുടെ പ്രത്യേകത എന്താണ് പ്രിയപ്പെട്ടവരെ? അവൻ മർദ്ദിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്തു, എങ്കിലും അവൻ ഉരിയാടിയില്ല. കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്തിരിക്കുന്നവരുടെ മുമ്പിൽ നിൽക്കുന്ന ചെമ്മരിയാടിനെ പോലെയും അവൻ മൗനം പാലിച്ചു. എല്ലാം അറിയാമായിരിക്കെ അവിടുന്ന് മൗനം പാലിക്കുകയാണ്. വീണ്ടും 1 പത്രോസ് 2:23 നാം വായിക്കുകയാണ്. എന്താണ് ഈശോയുടെ പ്രത്യേകത പ്രിയപ്പെട്ടവരെ? അവൻ പീഡിപ്പിക്കപ്പെട്ടു, നിന്ദിക്കപ്പെട്ടു, എന്നാൽ പകരം നിന്ദിച്ചില്ല. പീഡനമേറ്റു, എന്നാൽ ഭീഷണിപ്പെടുത്തിയില്ല. പിന്നെയോ നീതിയോടെ വിധിക്കുന്നവന് തന്നെ ഫലമേൽപ്പിച്ചു. സൗഖ്യപ്പെടാത്ത മുറിവുകൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ പലപ്പോഴും മറ്റുള്ളവരെ മുറിവേൽപ്പിക്കാനുള്ള കാരണം ഉണങ്ങാത്ത നമ്മുടെ തന്നെ മുറിവുകളാണ്. വീണ്ടും ആന്തരിക മുറിവുകളുടെ ഏറ്റവും ഭീകരമായ പ്രശ്നം ഇവ നമ്മെ ബന്ധനത്തിലേക്ക് നയിക്കുമെന്നുള്ളതാണ്. തഴക്കദോഷത്തിലേക്കും ബന്ധനത്തിലേക്കും. 3 പ്രശ്നങ്ങളാണ് ആന്തരിക മുറിവുകൾക്ക്. അതുകൊണ്ടാണ് ആന്തരിക സൗഖ്യം അനിവാര്യമായിരിക്കുന്നത്. 1, ഇവ നമ്മെ നന്മ ചെയ്യുന്നത് തടസ്സപ്പെടുത്തുന്നു. 2, ഇത് പാപത്തിലേക്ക് നയിക്കുന്നു. 3, ഇത് തഴക്കദോഷത്തിലേക്ക്, ഉണങ്ങാത്ത മുറിവ്. ഉദാഹരണത്തിന് ലൈംഗിക വൈകൃതങ്ങളിൽ അടിമപ്പെട്ട മനുഷ്യരുണ്ട്. ഇവരെത്ര ശ്രമിച്ചിട്ടും അതിൽ നിന്ന് പുറത്തു കിടക്കാൻ പറ്റുന്നില്ല. ഇവർക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ ഇതൊരു ബന്ധനം പോലെ ഇവരെ പിടിമുറുക്കിയിരിക്കുകയാണ്. അതുപോലെ തന്നെ തഴക്കദോഷങ്ങൾ, ചിലപ്പോൾ മദ്യപാനത്തിൻ്റെ ആസക്തിയായിരിക്കാം. എത്ര ശ്രമിച്ചിട്ട് ഇവർക്ക് പുറത്തെടുക്കാൻ പറ്റുന്നില്ല. ഇതൊരു ബന്ധനമായി അവരുടെ വ്യക്തിത്വത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുകയാണ്. അവർക്ക് ഡെലിവറൻസ് ആവശ്യമുണ്ട്. ആന്തരിക സൗഖ്യ മേഖലയിൽ ഡെലിവറൻസ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഹെബ്രായ ലേഖനം 12:15 നാം വായിക്കുകയാണ്. വിദ്വേഷത്തിൻ്റെ വേര് വളർന്ന് ഉപദ്രവം ചെയ്യാതിരിക്കാൻ സൂക്ഷിക്കുവിൻ. വിദ്വേഷം മൂലം പലരും അശുദ്ധരായിത്തീരുന്നു. ഇത് പ്രിയപ്പെട്ടവർ, ഈ ആന്തരിക സൗഖ്യം നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ, ഈ ചെറിയ ചെറിയ മുറിവുകളെ നാം നിസ്സാരമാക്കി തള്ളിക്കളഞ്ഞാൽ, ഈ മുറിവുകൾ വളർന്ന് 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 അവസാനം ഇവ നമ്മുടെ വ്യക്തിത്വത്തെ തന്നെ വികലമാക്കുകയാണ്. ഇതൊരു ബന്ധനമായിട്ട് നമ്മുടെ പേഴ്സണാലിറ്റി കടന്നുകൂടുകയാണ്. എത്രയോ പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട്, അച്ഛാ എനിക്ക് ആഗ്രഹമുണ്ട് മദ്യപാനം നിർത്തണമെന്ന്, പക്ഷെ എനിക്ക് സാധിക്കുന്നില്ല. ഗ്യാമ്പിളിങ് നിർത്തണമെന്ന് സാധിക്കുന്നില്ല. കുറച്ച് നാളത്തേക്ക് നിർത്തും, വീണ്ടും വരും. ഇതിനൊരു കാരണം, ഇതിനൊരു ആന്തരിക മുറിവുണ്ട്, ഇതിനൊരു കാരണമുണ്ട്. ഇത് എവിടെയാണ് ഇത് ആരംഭിച്ചത്? ആ കാരണത്തിലേക്ക് നാം പോകണം. ചിലപ്പോൾ കാരണവന്മാരിൽ നിന്ന് കിട്ടിയതായിരിക്കാം, ചിലപ്പോൾ കൂട്ടുകാരിൽ നിന്ന് കിട്ടിയതായിരിക്കാം. പ്രിയപ്പെട്ടവരെ, ആ മേഖലയിലേക്ക് നാം കടന്നു ചെന്ന് ഇന്നലെയും ഇന്നും എന്നും ഒരുവൻ തന്നെ ആ ഈശോയെ ആ സമയത്തേക്ക് വിളിച്ച് ഈശോയുടെ തിരുരക്തത്താൽ നമ്മെ തന്നെ കഴുകിയാൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് മോചന ദൈവം പ്രദാനം ചെയ്യുകയാണ്. കാരണം വിടുതൽ ഈശോയുടെ സൗജന്യ പ്രവൃത്തിയാണ്. യോഹന്നാൻ 8:36 നാം വായിക്കുന്നു, പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരായിത്തീരും. ഈശോയ്ക്ക് നമ്മെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കാൻ സാധിക്കും. യോഹന്നാൻ 8:36 വലതുകരം ഉയർത്തി നമുക്കൊന്ന് ചേർന്ന് ഈ വചനം ഏറ്റു പറയാം. പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാകും. ഹല്ലേലൂയ.
ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഇങ്ങനെ പ്രാർത്ഥിക്കാം. ഈശോയെ, അങ്ങേക്ക് എന്നെ സ്വതന്ത്രനാക്കാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ജീവിതത്തെ മാറ്റാൻ, രൂപാന്തരപ്പെടുത്താൻ നിനക്ക് സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഏശയ്യ 51:7, നിങ്ങൾ മനുഷ്യരുടെ നിന്ദനത്തെ ഭയപ്പെടുകയോ അവരുടെ ശകാരങ്ങളെ സംഭ്രമിക്കുകയോ വേണ്ട. ആന്തരിക സൗഖ്യം നൽകാൻ ഒരു ശാസ്ത്രത്തിനും ഒരു ടെക്നോളജിക്കും ഒരു മരുന്നിനും ഒരു ഡോക്ടറിനും സാധിക്കുകയില്ല. ഇത് നിങ്ങൾ ആദ്യം വിശ്വസിക്കണം. ഇത് സാധിക്കുന്ന ഒരേ ഒരാൾ, നമുക്ക് വേണ്ടി കാൽവരിയിൽ പാടുപീഡകൾ സഹിച്ച് മുറിഞ്ഞ് മരിച്ച് വീണ്ടെടുത്ത യേശു ക്രിസ്തുവിന് മാത്രമേ സാധിക്കൂ. മറ്റൊന്നിനും, ഒരു പുസ്തക വായനയ്ക്കും ഒരു ശാസ്ത്രത്തിനും ഒരു ആശയത്തിനും ആന്തരിക മുറിവുകൾ ഉണക്കാൻ സാധിക്കുകയില്ല. ഈശോയ്ക്ക് മാത്രമേ സാധിക്കൂ. ഒരു സംഭവം ഞാൻ ഓർക്കുകയാണ്. ഒരു സഹോദരിയുടെ ദുഃഖമാണ്. ഒരു സന്യാസിനിയാണ് സഹോദരി, സിസ്റ്ററാണ്. ആളുടെ ആങ്ങള ആത്മഹത്യ ചെയ്തതിൻ്റെ ദുഃഖത്തിൽ കടന്നു വന്നതാണ്. അന്നു മുതൽ അതിന് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. എല്ലാവരോടും ദേഷ്യം, ദൈവത്തോട് ദേഷ്യം, കൂടെയുള്ളവരുടെ ദേഷ്യം. എന്തുകൊണ്ട് ദൈവം ഇത് ചെയ്തു എന്നുള്ളതാണ്. ആദ്യം ഈ സിസ്റ്ററിനോട് പറഞ്ഞിരുന്നില്ല ആത്മഹത്യ ചെയ്തതാണെന്ന്. മറ്റെന്തോ സംഭവിച്ചു, ഹാർട്ട് അറ്റാക്ക് ഉണ്ടായെന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. ഈ സിസ്റ്ററിനാണെങ്കിൽ ഫ്യൂണറിന് പോകാനും പറ്റിയില്ല. കുറേ നാളിന് ശേഷം ആരോ ഫോൺ വിളിച്ചപ്പോഴാണ് പറയുന്നത് ഇങ്ങനെ ആങ്ങള ആത്മഹത്യ ചെയ്തതാണെന്ന്. അതോടുകൂടി ആൾക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, ജീവിതത്തിനൊരു അർത്ഥമില്ല എന്നുള്ളൊരു ചിന്ത. ഞാനൊരു സന്യാസിനിയായി ജീവിച്ചിരുന്നിട്ട് എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു ശാപം വന്നു? എന്തുകൊണ്ട്? ഇപ്പം വേറെ എങ്ങനെ മരിച്ചു, അപകടത്തിൽ മരിച്ചു എന്ന് പറഞ്ഞാൽ പോലും മനസ്സിലാക്കാം. പക്ഷേ ഈ സിസ്റ്റർ പറയുകയാണ്, എല്ലാവരും പറഞ്ഞിരുന്നത് എൻ്റെ സഹോദരൻ വൈദികനാകാൻ പോകുന്നതാണ്. നാട്ടുകാർക്കും വീട്ടുകാർക്കും എല്ലാം വേണ്ടപ്പെട്ട വിശുദ്ധനായ മനുഷ്യൻ. പക്ഷേ ഞാനാണ് മടത്തിപ്പോയത്. എൻ്റെ സഹോദരൻ കല്യാണം കഴിച്ചു, പക്ഷേ ഭാര്യയും 2 മക്കളുമുണ്ട്. പെട്ടെന്ന് സംഭവിച്ചൊരു കാര്യമാണ്. എങ്ങനെ അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റി? ഈ സിസ്റ്ററിനെ ചിന്തിക്കും തോറും പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. കുറ്റബോധം, നിരാശ, എങ്ങനെ ഇതൊക്കെ ദൈവം അനുവദിക്കുന്നു എന്നുള്ളൊരിത്. തൻ്റെ ജീവിതത്തിന് പോലും അർത്ഥമില്ലാത്തൊരവസ്ഥയിലാണ് ഈ സഹോദരി. അങ്ങനെ കുറേ നാൾ ആരോടും സംസാരിക്കാതൊക്കെ ഇരുന്ന് പിന്നീടാണ് ഒരു ധ്യാനത്തിന് പറഞ്ഞു വിട്ട് ധ്യാനകേന്ദ്രത്തിൽ വരിക. ഈ സഹോദരി ഇതെല്ലാം സംസാരിച്ച് ഈ സഹോദരിയുടെ പ്രശ്നം ഇതാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ, പ്രിയപ്പെട്ടവരെ, കർത്താവ് സംസാരിച്ച ഒരു വചനമാണ് ജ്ഞാനത്തിൻ്റെ പുസ്തകം 3-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. ജ്ഞാനത്തിൻ്റെ പുസ്തകം 3-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. നീതിമാന്മാരുടെ ആത്മാവ് ദൈവകരങ്ങളിലാണ്, ഒരു ഉപദ്രവവും അവരെ സ്പർശിക്കുകയില്ല. 2-ാമത്തെ വചനം, അവർ മരിച്ചതായി ഭോഷന്മാർ കരുതി. 3, അവരുടെ മരണം പീഡനമായും നമ്മിൽ നിന്നുള്ള വേർപാട് നാശമായും അവർ കണക്കാക്കി. അവരാകട്ടെ ശാന്തി അനുഭവിക്കുന്നു. വചനം പറയുകയാണ്, ഈ സഹോദരൻ്റെ മരണം ഒരു ദോഷമായും തിന്മയായും മനുഷ്യർ കണ്ടു. ശിക്ഷിക്കപ്പെട്ടവരെന്ന് മനുഷ്യദൃഷ്ടിയിൽ തോന്നിയാലും അനശ്വരമായ പ്രത്യാശയുള്ളവരാണവർ. ഈ സിസ്റ്റർ ഈ വചനം വീണ്ടും വീണ്ടും എൻ്റെ കയ്യിൽ നിന്ന് എടുത്ത് വായിച്ചു. എന്നിട്ട് ഈ സിസ്റ്ററിനോട് സിസ്റ്റർ പറയുകയാണ്, ഇങ്ങനെയൊരു വചനം, ഇത് ശരിക്കും സഹോദരനെക്കുറിച്ചാണ്. ഈ സഹോദരൻ അത്രയ്ക്ക് നല്ലൊരു മനുഷ്യനായിരുന്നു, നീതിമാനായി ജീവിച്ച ഒരാളാണ്. വലിയൊരു കടക്കണിയിൽപ്പെട്ട് കടം തിരിച്ചു കൊടുക്കാൻ പറ്റില്ല എന്നുള്ളൊരു അവസ്ഥയിലാണ് ഈ സഹോദരൻ ആത്മഹത്യ ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ. പക്ഷേ നമുക്കറിയാം, പണ്ട് സഭ ആത്മഹത്യ ചെയ്യുന്നവരെ ചർച്ച് സെമിട്രിയിൽ, പള്ളി സെമിത്തേരി അടക്കിയിരുന്നില്ല. പക്ഷെ പിന്നീട് സഭ അവരെ പള്ളി സെമിത്തേരിയിൽ അടക്കാൻ തുടങ്ങി. അതിൻ്റെ കാരണം സഭയുടെ പഠനം ഇങ്ങനെയാണ്: ഒരു മനുഷ്യൻ മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ ലാസ്റ്റ് ഡിസ്പൊസിഷൻ എന്താണെന്ന് നമുക്കറിയില്ല. നമുക്കറിയാം, നല്ല കള്ളൻ കുരിശിൽ തൂങ്ങിക്കിടന്നുകൊണ്ടാണ് കർത്താവേ അങ്ങയുടെ പറുദീസയിൽ വരുമ്പോൾ അങ്ങനെയും ഓർക്കണമേ. ഇതാ ഈശോ പറഞ്ഞു, നീ ഇന്ന് എന്നോടുകൂടെ പറുദീസയിലായിരിക്കും, നീ എന്നെ ഓർക്കണമേ. ഒരേ ഒരു കാര്യമേ ഈ മനുഷ്യൻ തൂങ്ങിക്കിടന്നുകൊണ്ട് ചോദിച്ചത്. അത് ദൈവം സാധിച്ചു കൊടുത്തെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ആരെയും വിധിക്കാൻ, ആരും നശിച്ചു പോയി എന്ന് പറയാൻ നമുക്ക് അവകാശമില്ല. അപ്പോൾ ഈ സിസ്റ്റർ എന്നോട് ചോദിച്ചു, അപ്പോൾ ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ശാപമാണെന്നല്ലേ പറയുന്നത്? പ്രിയപ്പെട്ടവരെ, ഈ സിസ്റ്ററിനെ മുമ്പിൽ വെച്ച് തന്നെ ഞാൻ പറഞ്ഞു, നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ എന്താണ് പറയുന്നത്? ബൈബിൾ തുറന്നപ്പോൾ കിട്ടിയൊരു വചനമാണ് നെഹമ്യാ പ്രവാചകന്റെ പുസ്തകം 13-ാം അധ്യായം 2-ാം വാക്യം. നെഹമ്യാ പ്രവാചകന്റെ പുസ്തകം 13-ാം അധ്യായം 2-ാം വാക്യം. ഞാൻ തന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വചനം ശ്രദ്ധിക്കുക. ഇസ്രായേൽ ജനത്തെ അപ്പവും വെള്ളവും കൊടുത്ത് സ്വീകരിക്കുന്നതിന് പകരം അവരെ ശപിക്കാൻ ബാലാമിന്റെ കൂലിക്കെടുത്തവരാണ് അവർ. ബാലാമിനെ കൂലിക്കെടുത്തവരാണവർ. എന്നാൽ ദൈവം ആ ശാപത്തെ അനുഗ്രഹമായി മാറ്റി. ഈ സഹോദരിയുടെ മുമ്പിലിരുന്ന് ദൈവം പറഞ്ഞൊരു വചനമാണ്. നിന്റെ ദൈവത്തിന് ഒരു ശാപത്തെ അനുഗ്രഹമാക്കാൻ സാധിക്കുമെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ?
ഗലാത്തിയ 3:13 നാം വായിക്കുകയാണ്, പ്രിയപ്പെട്ടവരെ, ശാപമായി കരുതിയ കുരിശിനെ അവിടുന്ന് രക്ഷയുടെ പ്രതീകമാക്കി മാറ്റി. ക്രിസ്തു നമ്മെ പ്രതി ശപിക്കപ്പെട്ടവനായി തീർന്നുകൊണ്ട് നിയമത്തിൻ്റെ ശാപത്തിൽ നിന്ന് നമ്മെ രക്ഷിച്ചു. എന്തെന്നാൽ മരത്തിൽ തൂക്കപ്പെടുന്നവൻ ശപിക്കപ്പെട്ടവനാണ് എന്ന് എഴുതിയിരിക്കുന്നു. വീണ്ടും നാം വായിക്കുന്നു 14-ാമത്തെ വചനം. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ള ഒരു പ്രശ്നമാണെങ്കിലും അബ്രാഹത്തിന് ലഭിച്ച അനുഗ്രഹം യേശു ക്രിസ്തു വഴി വിജാതീയരിലേക്കും വ്യാപിക്കേണ്ടതിനും ആത്മാവിൻ്റെ വാഗ്ദാനം വിശ്വാസം വഴി നമ്മൾ പ്രാപിക്കേണ്ടതിനുമാണ് ഇപ്രകാരം സംഭവിച്ചത് എന്ന് പറഞ്ഞാൽ, നീ ഈ വചനം കേൾക്കുമ്പോൾ ഓർക്കുക, ദൈവത്തിന് ശാപത്തെ അനുഗ്രഹമാക്കാൻ സാധിക്കും. ഏത് തിന്മയിൽ നിന്നും നന്മ പുറപ്പെടുവിക്കുവാൻ ദൈവത്തിന് സാധിക്കും. അത്രയ്ക്കും ശക്തി നമ്മുടെ ദൈവത്തിനുണ്ട്. മരിച്ചുപോയ നിന്റെ സഹോദരൻ, സഹോദരി, നിന്റെ കുഞ്ഞ് ആരുമായിക്കൊള്ളട്ടെ, അവരെ നിത്യത്തിലേക്ക് പ്രവേശിപ്പിക്കാൻ ദൈവത്തിന് സാധിക്കും. നീ ആ മുറിവിൽ നിന്ന്, ആ ദുഃഖത്തിൽ നിന്ന് പുറത്തു കിടക്കുക. പ്രഭാഷകന്റെ പുസ്തകം 30-ാം അധ്യായം 21-ാം വാക്യം നാം വായിക്കുകയാണ്, മനുഷ്യൻ്റെ ആത്മാവിനെ നന്മ ചെയ്യാതെ തിന്മയിലേക്ക് ബന്ധിക്കുന്ന വലിയ ഒരു ആന്തരിക മുറിവാണ് ദുഃഖം. വചനം പറയുകയാണ്, നീ അമിതമായി ദുഃഖിക്കുകയോ നിന്നെ തന്നെ മനഃപൂർവ്വം പീഡിപ്പിക്കുകയോ അരുത്. 22-ാം വാക്യം, ഹൃദയാനന്ദം ഒരുവന്റെ ജീവനും സന്തോഷം അവൻ്റെ ആയുസ്സുമാണ്. 23-ാം വാക്യം, ദുഃഖമകറ്റി, എല്ലാവരും വലതുകരം ഉയർത്തി ഒന്നേറ്റു പറഞ്ഞുകൊള്ളുക, ദുഃഖമകറ്റി ആത്മാവിനെ സന്തോഷിപ്പിക്കുകയും ഹൃദയത്തെ ആശ്വസിപ്പിക്കുകയും ചെയ്യുക. ദുഃഖം അനേകരെ നശിപ്പിച്ചിട്ടുണ്ട്. അത് നിഷ്പ്രയോജനമാണ്. ശ്രദ്ധിക്കുക, അത് നിഷ്പ്രയോജനമാണ്. എന്ത് ദുഃഖം? ഇത് നിഷ്പ്രയോജനമാണ്. നീ ദുഃഖത്തിന് അടിമപ്പെടരുത്. ഇതൊരു പൈശാചിക ബന്ധനമാണ്. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് നീ ദുഃഖത്തിന് അടിമപ്പെട്ടിരിക്കുന്നത്? ദൈവത്തിൻ്റെ സ്വരം നിനക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. ദൈവം എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് നിനക്ക് മനസ്സിലാകുന്നില്ല. അഡലെയ്ഡ് എന്ന സ്ഥലത്ത് ഓസ്ട്രേലിയയിൽ ഒരു ധ്യാനത്തിന് പോയപ്പോൾ ഞാൻ ഓർക്കുകയാണ്, ഒരു സഹോദരിയെ വീൽ ചെയറിൽ പ്രാർത്ഥിക്കാൻ കൊണ്ടുവന്നതാണ്. ഒരുവിധം പ്രായമുള്ളൊരു സ്ത്രീയാണ്. ഒത്തിരി പ്രായമില്ല, എന്നാലും അത് വീൽ ചെയറിലാണ് ഇരിക്കുന്നത്. അതിന് എഴുന്നേക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ ഏകദേശം ഒരു 5-6 മാസമായി അത്രേ. അപ്പം അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുവന്നത്. പ്രിയപ്പെട്ടവർ, ഇതിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് മനസ്സിലായത് ദുഃഖമാണ് അതിൻ്റെ പ്രശ്നം. അതിന് സ്പൈനൽ കോഡിൽ പ്രശ്നമൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്, പക്ഷേ ദുഃഖമാണ്, ഭയങ്കര ദുഃഖമാണ്. അപ്പോൾ എന്താണ് ദുഃഖത്തിൻ്റെ കാരണം? ആളോട് ചോദിച്ചു. വലിയ ദുഃഖമാണല്ലോ എന്ന് ചോദിച്ചപ്പോൾ ആൾ പറയുകയാണ്, ദൈവം ക്രൂരനാണ്. അപ്പോൾ ചോദിച്ചു എന്താണ്? അപ്പോൾ പറഞ്ഞു, എൻ്റെ അമ്മയെ ദൈവം കൊണ്ടുപോയി. അപ്പോൾ ആളുടെ അമ്മ മരിച്ചു. ഇതൊരു സിംഗിളായിട്ടുള്ള സ്ത്രീയാണ്, കല്യാണം കഴിച്ചിട്ടില്ല, ഒറ്റയ്ക്കാണ്. അപ്പോൾ അമ്മ മരിച്ചു. അമ്മ മരിച്ചതിന് ശേഷമാണ് ആൾ ഈ വീൽ ചെയറിലായത്. ആൾക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ആൾ പറഞ്ഞു, ദൈവത്തിനൊരു സ്നേഹമില്ല. ദൈവത്തിന് സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ അമ്മയെ എങ്ങനെ ദൈവത്തിന് എടുത്തുകൊണ്ട് പോകാൻ സാധിക്കും? അപ്പോൾ അങ്ങനെ ആൾക്ക് എല്ലാറ്റിനോടും ദേഷ്യമാണ്. ആ കൂട്ടുകാർ നിർബന്ധിച്ചിട്ടാണ് ആളെ ധ്യാനത്തിന് കൊണ്ടുവന്നിരിക്കുന്നത്. എല്ലാറ്റിനോടും ദേഷ്യമാണ്. അപ്പോൾ ഈ സഹോദരിയോട് ചോദിച്ചു, അമ്മയ്ക്ക് ആൾ പറയുകയാണ്, എനിക്ക് ആകെയുള്ളത് അമ്മ മാത്രമാണ്. ഈ അമ്മ പോയി ഇനിയിപ്പോൾ ഞാൻ എന്തിന് ജീവിക്കണം? ഇനി എനിക്ക് ആരുണ്ട്? അതൊക്കെയാണ് ഈ സഹോദരിയുടെ പ്രശ്നം. അപ്പോൾ ഈ സഹോദരിയോട് ചോദിച്ചു, അമ്മയ്ക്ക് എത്ര വയസ്സുണ്ടായിരുന്നു? അമ്മയ്ക്ക് 101 വയസ്സുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, സഹോദരിക്ക് എത്ര വയസ്സുണ്ട്? സഹോദരിക്ക് ഏകദേശം 60 വയസ്സുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, ഈ അമ്മ മരിക്കണമെന്നാണോ, ഒരിക്കലും മരിക്കരുതെന്നാണോ നിൻ്റെ ആഗ്രഹം? അപ്പോൾ ആൾ പറഞ്ഞു, അമ്മ ഒത്തിരി പ്രാർത്ഥനയുള്ള സ്ത്രീയായിരുന്നു, ഫുൾ ടൈം പ്രാർത്ഥനയായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, നിൻ്റെ അമ്മ പ്രാർത്ഥിച്ചത് കൊണ്ടാണ് ദൈവം വിളിച്ചുകൊണ്ട് പോയത്. ഇനി നിനക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടായിരുന്നോ? അപ്പോൾ ഈ സഹോദരി പറയാണ്, എൻ്റെ ഏറ്റവും വലിയ ദുഃഖം അതാണ്, ഒരു അസുഖവും ഇല്ലായിരുന്നു. പെട്ടെന്നാണ് ദൈവം വിളിച്ചുകൊണ്ട്. അതാണ് എനിക്ക് ക്രൂരതയായിട്ട് തോന്നുന്നത്. ഒരു അസുഖവും ഇല്ലാത്ത ഒരാളെ എങ്ങനെ അങ്ങനെ വിളിച്ചുകൊണ്ടാകാൻ പറ്റും? അപ്പം ഞാൻ ചോദിച്ചു, അതല്ലേ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ കാരണം? നിനക്ക് യഥാർത്ഥത്തിൽ അമ്മയോട് സ്നേഹമുണ്ടോ? അപ്പോൾ ആൾ പറഞ്ഞു, അച്ഛനെന്താണ് അങ്ങനെ ചോദിക്കും? ഞാൻ പറഞ്ഞു, അപ്പം നിനക്ക് സ്നേഹമുണ്ടെങ്കിൽ നിൻ്റെ അമ്മയെ ദൈവം വിളിച്ചുകൊണ്ടുപോയി നീ സന്തോഷിക്കുകയല്ലേ വേണ്ടത്? സത്യം പറഞ്ഞാൽ നിനക്ക് നിന്നോട് തന്നെയാണ് സ്നേഹം. നീ ഒരു സ്വാർത്ഥതയുള്ള ഒരു സ്ത്രീയാണ് എന്ന് പറഞ്ഞാൽ എന്താണ് നിൻ്റെ ആഗ്രഹം? നിൻ്റെ ആഗ്രഹം നിൻ്റെ അമ്മ അസുഖം ബാധിച്ച് കിടപ്പിലായി എല്ലാവർക്കും ഒരു ഭാരമായി നരകിച്ച് മരിക്കണം. പെട്ടെന്നൊന്നും മരിക്കരുത്. അങ്ങനെ കിടക്കെ കിടന്ന് ശയ്യാവലംബിയായി മറ്റുള്ളവരെ സഹായവും തേടി ദുഃഖിച്ച് നരകിച്ച് മരിക്കണം. ഇതല്ലേ നിൻ്റെ ആഗ്രഹം? 101 വയസ്സായ അയാൾ മരിക്കരുത് എന്ന് നീ ആഗ്രഹിക്കുമ്പോൾ നിനക്ക് നിന്നെക്കുറിച്ച് മാത്രമല്ലേ ചിന്ത? അപ്പോൾ ആൾ പറഞ്ഞു, അതെങ്ങനെയാണ് അങ്ങനെ പറയുന്നത്? ഞാൻ പറഞ്ഞു, അല്ലെങ്കിൽ പിന്നെ ഈ സഹോദരി നിൻ്റെ അമ്മ നിത്യം ഈ ഭൂമിയിൽ ജീവിക്കണമെന്നാണോ നിൻ്റെ ആഗ്രഹം? പ്രിയപ്പെട്ട നാം വചനത്തിൽ വായിക്കുകയാണിത്. പ്രഭാഷകന്റെ പുസ്തകമാണ് 41-ാം അധ്യായം 3-ാം വാക്യം. പ്രഭാഷകന്റെ പുസ്തകം 41-ാം അധ്യായം 3-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുകയാണ്. പ്രഭാഷകന്റെ പുസ്തകം 41 3-ാമത്തെ വാക്യം. മരണവിധിയെ ഭയപ്പെടേണ്ട,
നിന്റെ മുൻകാല ജീവിതത്തെയും ജീവിതാന്ത്യത്തെയും ഓർക്കുക. മർത്യവർഗത്തിനുള്ള കർത്താവിൻ്റെ തീർപ്പാണത്. ഇത് ദൈവ പദ്ധതിയുടെ ഭാഗമാണ്. ഞാൻ പറഞ്ഞു, നീ യഥാർത്ഥത്തിൽ നിന്റെ അമ്മയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ യു വിൽ റിലീസ് യുവർ മദർ ടു ഗോഡ്. നീ നിന്റെ അമ്മയെ ദൈവത്തിലേക്ക് പോകാൻ, ദൈവസന്നിധിയിൽ സന്തോഷിക്കാൻ നീ വിട്ടുകൊടുക്കും. വെളിപാട് 14:13 ഇങ്ങനെയല്ലേ? അപ്പോൾ ഈ സഹോദരിക്ക് അമ്മയെക്കുറിച്ച് നല്ല ഓർമ്മകൾ മാത്രമേ ഉള്ളൂ. അമ്മ നല്ല കാര്യങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഒത്തിരി അധ്വാനിച്ചിട്ടുണ്ട്. അനന്തരം സ്വർഗത്തിൽ നിന്ന് പറയുന്ന ഒരു സ്വരം ഞാൻ കേട്ടു, എഴുതുക, ഇപ്പോൾ മുതൽ കർത്താവിൽ മൃതിയടയുന്നവർ അനുഗ്രഹീതരാണ്. അതേ, തീർച്ചയായും അവർ തങ്ങളുടെ അധ്വാനങ്ങളിൽ നിന്ന് വിരമിച്ച് സ്വസ്ഥരാകും. അവരുടെ പ്രവൃത്തികൾ അവരെ അനുഗമിക്കുന്നു എന്ന് ആത്മാവ് അരുളി ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, സഹോദരിയോട് ഞാൻ പറഞ്ഞു, നീ നിൻ്റെ അമ്മയെ പ്രതി ദൈവത്തിന് നന്ദി പറയുക. 101 വയസ്സ് വരെ ജീവിക്കാൻ അനുവദിച്ചു. ഒത്തിരി ആരോഗ്യം അമ്മയ്ക്ക് പ്രദാനം ചെയ്തു. സന്തോഷത്തോടെ മരിക്കാൻ അമ്മയ്ക്ക് ദൈവം അനുവാദം കൊടുത്തു. പ്രാർത്ഥിക്കാൻ അനുവാദം കൊടുത്തു. നിന്നെ പൊന്നുപോലെ നോക്കി, നിന്നെ വളർത്തി വലുതാക്കി, നിനക്ക് വേണ്ടി അധ്വാനിച്ചു. ഈ അമ്മയുടെ സന്തോഷം നിനക്ക് പ്രധാനപ്പെട്ടതല്ലേ? ഈ അമ്മ സ്വർഗത്തിലായിരിക്കണമെന്ന് നീ ആഗ്രഹിക്കേണ്ടതല്ലേ? അപ്പോൾ ഈ സഹോദരി പറഞ്ഞു, ഐ ആം സോറി, എനിക്കാണ് തെറ്റുപറ്റിയത്. എൻ്റെ അമ്മയ്ക്ക് വിശ്രമം ആവശ്യമുണ്ട് സ്വർഗത്തിൽ പിതാവിൻ്റെ സന്നിധിയിൽ. പ്രിയപ്പെട്ടവരെ, ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ സഹോദരി വീൽ ചെയറിലാണ് ഇരിക്കുന്നത്. ഈ സഹോദരി കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ സഹോദരിയുടെ ശരീരം ഇങ്ങനെ വിറയ്ക്കുന്നത് പോലെ ഞാൻ കണ്ടു. അധികം താമസിക്കാതെ സഹോദരി എഴുന്നേറ്റു. ഒരു വീൽ ചെയറും ഇല്ലാതെ ആ ഓഡിറ്റോറിയത്തിലൂടെ കറങ്ങി നടന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അത് തുള്ളിച്ചാടി ഡാൻസ് കളിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി. പ്രിയപ്പെട്ടവരെ, പിശാച് നുണയനും നുണയൻ്റെ പിതാവുമാണ്. അവൻ പറയും, ഇതാ നിന്റെ അമ്മയെ ദൈവം ശിക്ഷിച്ചിരിക്കുന്നു, പെട്ടെന്ന് എടുത്തുകൊണ്ടുപോയി, അവൾ മരിക്കേണ്ടതല്ല, അവൾ എന്നേക്കും ജീവിക്കേണ്ടവളാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് നാം വീണ്ടും വായിക്കുന്നത്, നിങ്ങൾ മനുഷ്യരുടെ വാക്കുകൾ ശ്രദ്ധിക്കരുത്. യേശയ്യാ പ്രഭാഷകന്റെ തന്നെ 2-ാം അധ്യായം 18-ാം വാക്യത്തിൽ നാം വായിക്കുകയാണ്. പ്രഭാഷകൻ 2:18 നാം വായിക്കുന്നു, നമുക്ക് മനുഷ്യ കരങ്ങളിലല്ല കർത്തൃകരങ്ങളിൽ നമ്മെ തന്നെ അർപ്പിക്കാം. എന്തെന്നാൽ അവിടുത്തെ പ്രഭാവം പോലെ തന്നെയാണ് അവിടുത്തെ കാരുണ്യവും. ദൈവത്തിൻ്റെ ഒരു കാരുണ്യ പ്രവൃത്തിയാണ് നിന്റെ അമ്മയുടെ മരണം. ഇത് ദൈവാത്മാവാണ് നിന്നിലേക്ക് പകർന്നു തരിക. അങ്ങനെയാണ് നിന്നിൽ നിന്ന് ദുഃഖം വിട്ടുപോവുക. പ്രഭാഷകന്റെ പുസ്തകം 38-ാം അധ്യായം 20-ാം വാക്യത്തിൽ നാം ഇത് തന്നെയാണ് വായിക്കുക, ദുഃഖം അകറ്റണം. നിന്റെ ഹൃദയം ദുഃഖത്തിന് അധീനമാകരുത്. ജീവിതാന്ത്യമോർത്ത് അതിനെ അകറ്റിക്കളയുക. അത് നിഷ്പ്രയോജനമാണ്. പ്രിയപ്പെട്ടവരെ, ദുഃഖത്തിൻ്റെ അരൂപിയിൽ നിന്ന്, കുറ്റബോധത്തിൻ്റെ അരൂപിയിൽ നിന്ന് നമുക്ക് നമ്മെ തന്നെ മോചിപ്പിക്കാൻ ദൈവത്തോട് തീഷ്ണതയോടെ പ്രാർത്ഥിക്കാം. ഇനി കുറ്റബോധത്തിന് അടിമപ്പെട്ടവരുണ്ട്. അവൻ പണ്ട് ചെയ്ത തെറ്റുകളെക്കുറിച്ച്, പാപത്തെക്കുറിച്ച്, വീഴ്ചകളെക്കുറിച്ച് എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവർ, ദൈവം എന്നോട് ക്ഷമിക്കില്ല എന്ന് ചിന്തിക്കുന്നവർ, പ്രിയപ്പെട്ടവരെ, നമ്മെ ആരും വഴിതെറ്റിക്കാതിരിക്കട്ടെ. ദൈവത്തിന് നമ്മെ ശിക്ഷിക്കാൻ സാധിക്കുകയില്ല. യോഹന്നാൻ 3:17 നാം വായിക്കുകയാണ്, ദൈവത്തിൻ്റെ വചനമാണ്, അവിടുന്ന് ലോകത്തിലേക്ക് വന്നത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല, പ്രത്യുത അവൻ വഴി ലോകം രക്ഷ പ്രാപിക്കാനാണ്. നീ അബോർഷൻ ചെയ്ത വ്യക്തിയായിരിക്കാം, കൊലപാതകം ചെയ്ത വ്യക്തിയായിരിക്കാം, നീ മറ്റുള്ളവരുടെ കുടുംബം നശിപ്പിച്ച വ്യക്തിയായിരിക്കാം, നീ മാരകമായ പാപം ചെയ്ത വ്യക്തിയായിരിക്കാം. പക്ഷേ ലൂക്ക 6:35 നാം വായിക്കുകയാണ്, എന്നാൽ അവിടുന്ന് ദുഷ്ടരോടും നന്ദിഹീനരോടും കരുണ കാണിക്കുന്ന ദൈവമാണ്. വീണ്ടും യേശയ്യാ 43:25 നാം വായിക്കുകയാണ്, നിന്നെ പ്രതി നിന്റെ പാപങ്ങൾ തുടച്ചു മാറ്റുന്ന ദൈവം ഞാൻ തന്നെ, മേലിൽ ഞാൻ നിന്റെ പാപം ഓർക്കുകയില്ല. വീണ്ടും മിക്ക പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായം 18 മുതലുള്ള വാക്യങ്ങൾ നാം വായിക്കുകയാണ്, അപ്പോൾ നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കുക മാത്രമല്ല ചെയ്യുക, തൻ്റെ അവകാശത്തിൻ്റെ 19 ഇത് തന്നെ നമുക്ക് വായിക്കാം, അവിടുന്ന് നിന്റെ അതിക്രമങ്ങൾ ക്ഷമിക്കുകയും, അങ്ങേപ്പോലെ ഒരു ദൈവം വേറെ ആരുമില്ല. അതിക്രമങ്ങൾ ക്ഷമിക്കുന്ന ദൈവത്തെ പോലെ അവിടുന്ന് തൻ്റെ കോപം വച്ചു പുലർത്തുന്നില്ല. എന്തെന്നാൽ അവിടുന്ന് കാരുണ്യത്തിൽ ആനന്ദിക്കുന്നു. 19-ാമത്തെ വചനം കൂടെ നമുക്ക് വായിക്കാം. അവിടുന്ന് വീണ്ടും നമ്മോട് കാരുണ്യം കാണിക്കും, നമ്മുടെ അകൃത്യങ്ങളെ അവിടുന്ന് ചവിട്ടിമെതിക്കും, ആഴിയുടെ അഗാധങ്ങളിലേക്ക് നമ്മുടെ പാപങ്ങളെ അവിടുന്ന് തൂത്തെറിയും. ഈ ദൈവത്തിൻ്റെ പ്രത്യേകത, നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കുക മാത്രമല്ല, ഇനി അത് ആരും കാണാത്ത വിധത്തിൽ മൂടിവെക്കും. അതുകൊണ്ട് നമ്മളാരും കുറ്റബോധത്തിന് അടിമപ്പെടേണ്ടതില്ല. ജോബിൻ്റെ പുസ്തകത്തിൽ മനോഹരമായ ഒരു ദൈവവചനമുണ്ട്. ജോബിൻ്റെ പുസ്തകത്തിൽ നാം വായിക്കുന്ന 14:17, അവിടുന്ന് അത് ചാക്കിൽ കെട്ടി ആഴിയുടെ സഞ്ചിയിലാക്കി മുദ്രവെക്കും, നിന്റെ അകൃത്യങ്ങളെ അവിടുന്ന് മറയ്ക്കും, എൻ്റെ അതിക്രമങ്ങളെ സഞ്ചിയിലാക്കി മുദ്രവെക്കും.
നീ ഭയപ്പെടേണ്ടതില്ല. നിന്നെ കുറ്റപ്പെടുത്തി താറടിച്ച് നിന്നെ ഒറ്റപ്പെടുത്തി നിന്നെ വേദനിപ്പിക്കാനിരിക്കുന്ന ദൈവമല്ല, നിന്റെ മുറിവുണക്കാനിരിക്കുന്ന ദൈവമാണ്. ഈ ദൈവത്തിലേക്ക് നീ തിരിഞ്ഞാൽ നീ ഒരു പുതിയ വ്യക്തിയായിട്ട് മാറും. ദൈവത്തിന് നിന്നെ സുഖപ്പെടുത്താൻ സാധിക്കും. നിനക്ക്